ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ +2 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 9 ആണ്. ഇതുവരെ ഡിസ്കസ് ചെയ്തു 8 പാർട്ടുകൾ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുവരെ കഴിഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ കമൻറ്റിൽ ഞാൻ പിന്ന് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് പാർട്ട് 1 മുതൽ കേൾക്കേണ്ടവർക്ക് പാർട്ട് 1, 2 അങ്ങനെ ലിങ്ക് എടുത്തിട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ അതേ ഇതിൽ നടത്തിയ അതുപോലെ തന്നെയുള്ള 1-2 സ്പെഷ്യൽ ട്രാൻസാക്ഷൻസുകൾ, അതുപോലെ 1-2 ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്താവുന്ന അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരാവുന്ന ചില സിറ്റുവേഷൻസ്, അതിലെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് കഴിയും. ഈ ചാപ്റ്ററോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ഡിസ്കഷൻസൊക്കെ കഴിയും. ഇനി നമ്മൾ ഒരു 3-4 മാക്സിമം 3-4 ഫുൾ ഫ്ലഡ്ജ് ക്വസ്റ്റ്യൻസ്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, ബാലൻസ് ഷീറ്റിൽ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഫുൾ ഫ്ലഡ്ജ് 3-4 ക്വസ്റ്റ്യൻസ് ചെയ്യും. അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ ഡിസ്കഷനിലേക്ക് കടക്കാം. ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടാണ്. ഇത് എന്താണ് കേസ്, എന്താണ് സാഹചര്യം എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് 2013 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മോട് പറഞ്ഞിട്ടുള്ളത് 2013 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് ബാലൻസ് ഷീറ്റിലെത്തിയപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഡാറ്റ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ നോർമലി നമ്മുടെ മുൻ വർഷങ്ങളിലെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടാവും. മുൻ വർഷങ്ങളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ബാലൻസ് ഷീറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പം അവിടുത്തെ ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ അവിടുന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക. അതായത് 2013 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പം 2012 ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണുക. അത് കണ്ടെത്തിയതിന് ശേഷം ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ നമ്മൾ കണ്ടെത്തേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക. അതോടുകൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, 2013 ഓപ്പണിങ്ങിൽ തുടക്കത്തിൽ നമുക്ക് എത്ര ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ 2012 ക്ലോസ് ചെയ്തപ്പോഴുള്ള ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് എത്രയെന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യനിലൂടെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരെ അന്നത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഈ വർഷത്തെ 2013 ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടായി കാണുകയും അതിനുശേഷം ഈ വർഷത്തെ സർപ്ലസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് പുതിയ ക്യാപിറ്റൽ ഫണ്ട് എത്രയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി +1 അക്കൗണ്ടിങ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ക്ലോസിംഗ് ക്യാപിറ്റലൊക്കെ കണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെ, ഇഫ് ദ ക്വസ്റ്റ്യൻ സൈലൻറ്റ് അബൌട്ട് ക്യാപിറ്റൽ ഫണ്ട് ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതായത് നേരെ മുന്നത്തെ ബാലൻസ് ഷീറ്റ് കാണുക. എന്നിട്ട് ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക. ആ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ടാണ് പുതിയ വർഷത്തിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിനൊരു ഇല്ലസ്ട്രേഷൻ ചെയ്യാം. നമ്മുടെ ഇല്ലസ്ട്രേഷൻ 6 ആണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷൻ എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ സ്വന്തം ഹോംവർക്കായിട്ട് ചെയ്യുന്നതിന് നമ്മൾ ട്രൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാം, പെർട്ടിക്കുലേഴ്സ്, അതിൽ ബാലൻസ് ആസ് ഓൺ 31 ഡിസംബർ 2012 ഡാറ്റകൾ മുഴുവൻ തന്നിട്ടുണ്ട്, അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ഡാറ്റ. അതുപോലെ ബാലൻസ് ആസ് ഓൺ
13 തന്നിട്ടുണ്ട്. ഈ 13 ഡാറ്റ സെപ്പറേറ്റ് ആയി തന്നിട്ടുണ്ട്. നമുക്കിതിൽ നോക്കാം. മോട്ടോർ കാർ അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്, ബിൽഡിംഗ് അസറ്റാണ്, മെഷീനറി അസറ്റാണ്, ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ആളുകൾ ലയബിലിറ്റിയാണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ലയബിലിറ്റിയാണ്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അസറ്റാണ്, കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനാണ്, ഇൻകം കിട്ടാനുള്ളത് അസറ്റാണ്, അഡ്വാൻസ് സാലറി അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത സാലറി അത് പിന്നെ എന്താണ് അസറ്റാണ്, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ലയബിലിറ്റിയാണ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സർപ്ലസ്, പുതിയ വർഷത്തെ സർപ്ലസും തന്നിട്ടുണ്ട്. പഴയ വർഷത്തെ ഡീറ്റെയിൽ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് ക്യാപിറ്റൽ ഫണ്ടിനെ പറ്റി ഒരു ഡിസ്കഷനും ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് വർഷം 2012 ബാലൻസ് ഷീറ്റ് ആദ്യമാണ് ക്ലിയർ ചെയ്യുക. അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. നമുക്ക് അസറ്റിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്, ക്യാപിറ്റലിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കലി എന്തെടുക്കാൻ പറ്റും, അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കിട്ടും. പഴയ ഇക്വേഷൻ +1 ആദ്യം പഠിച്ച ആ ഇക്വേഷൻ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓപ്പണിംഗ് 2012 ക്ലോസിംഗ് പിന്നെ ക്യാപിറ്റൽ ഫണ്ട് കിട്ടും. അതായത് 2013 ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടും എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ 2013 സർപ്ലസ് ആഡ് ചെയ്യുന്നതോടുകൂടി 2013 ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ടും നമുക്ക് എന്തായി കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, 2012 ബാലൻസ് ഷീറ്റ് ചെയ്യുക. 2012 ബാലൻസ് ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അസറ്റുകളൊക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കാം. മോട്ടോർ കാർ ഒരു അസറ്റാണ്, അതെടുത്ത് എഴുതുക. ഫർണിച്ചർ ഒരു അസറ്റാണ്, അതെടുത്ത് എഴുതുക. ബിൽഡിംഗ് ഒരു അസറ്റാണ്, അതെടുത്ത് എഴുതുക. മെഷീനറി മറ്റൊരു അസറ്റാണ്. 2012 ബാലൻസ് ഷീറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് വേറൊരു അസറ്റാണ്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ അസറ്റാണ്. അതുപോലെ അഡ്വാൻസ് സാലറി അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്ത സാലറി ഇതും എന്താണ്, നമുക്ക് എന്താണ് അസറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളതായതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വന്നത് അസറ്റായത്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പേ ചെയ്ത സാലറി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അസറ്റായി വന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൃത്യമായി എഴുതി വെച്ചു. മോട്ടോർ കാർ, ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി, ക്യാഷ് ഇൻ ഹാൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അഡ്വാൻസ് സാലറി, ഇത്രയും നമ്മുടെ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2012 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇനി അതേ സെയിം സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലയബിലിറ്റി എടുക്കുകയാണ്. ലയബിലിറ്റി ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി 1200, ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൊടുക്കാനുള്ള സാലറി ലയബിലിറ്റിയാണ്, 100 റുപ്പീസാണ്. അതുപോലെ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ 180 റുപ്പീസാണ്. ഇതെല്ലാം 180 രൂപയാണ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ എന്ത് ചെയ്തു, ലയബിലിറ്റി സൈഡിൽ കൊണ്ടുവന്നു. ലയബിലിറ്റി സൈഡിൽ കൊണ്ടുവരുമ്പം ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, അസറ്റ് സൈഡ് മൊത്തം ടോട്ടൽ ചെയ്യുക. അസറ്റ് സൈഡ് മൊത്തം ടോട്ടൽ ചെയ്തപ്പം 2,41,150 രൂപ ഉണ്ട്. 2,41,150 റുപ്പീസ് നമ്മുടെ അസറ്റ് സൈഡിലുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചതാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ ലയബിലിറ്റി സൈഡിലും അതേ എമൗണ്ട് എന്ത് ചെയ്തു, 2,41,150 രൂപ കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ നോക്കുമ്പോൾ ലയബിലിറ്റി ഫുൾ എന്താണ് എഴുതിയിട്ടുണ്ട്. ഇനി ഒരു എമൗണ്ട് എഴുതാനുള്ളത് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, 2,41,150 1200, 100, 180 ഇതെല്ലാം കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഫണ്ടായിട്ട് പരിഗണിക്കും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി, 2012. അതായത് നമ്മുടെ ഈ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പം അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടാണ്. അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പുതിയ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ക്യാപിറ്റൽ ഫണ്ട് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് എഴുതുക. പഴയ ഉണ്ടായിരുന്ന സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ സർപ്ലസ് തരാതിരുന്നത്? കഴിഞ്ഞ വർഷത്തെ സർപ്ലസ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഈ വർഷത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സർപ്ലസ് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള 2,39,670. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാവുന്നത്, ഇനി നമ്മൾ ചെയ്യാവുന്ന കാര്യം എന്താ, ഇനി 2013 ബാലൻസ് ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള അസറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക,
കൃത്യമായിട്ട് ആദ്യം എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അസറ്റും ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്യണം. ഞാൻ തൽക്കാലം അസറ്റ് മാത്രം എന്ത് ചെയ്യാണ്, ഇവിടെ റെക്കോർഡ് ചെയ്യാണ്. അസറ്റുകൾ മാത്രം ഇപ്പോൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. 1,25,000, 50,000, 45,000, 18,000, 6,000, 1,500 അഡ്വാൻസ് സാലറി ആയിട്ടുള്ള 80 രൂപ ഇത്രയും റെക്കോർഡ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ലയബിലിറ്റികൾ ഞാൻ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ്. ഇത്രയും ലയബിലിറ്റി ഞാൻ എന്ത് ചെയ്തു, ഇതിൽ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. ക്രെഡിറ്റേഴ്സ്, സ്റ്റേഷനറി, സാലറി, ഇത്രയും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. അവിടെ നമ്മൾ ഒരു 2 വരി ഒഴിച്ചിട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ പഴയ ക്യാപിറ്റൽ ഫണ്ട് ഇനി എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് നോക്കുക. ഇവിടെ നമ്മൾ എഴുതേണ്ടത് 2013 ബാലൻസ് ഷീറ്റിൽ 2012 ക്ലോസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. നമ്മൾ ഒന്ന് എടുത്തു നോക്കുക, നമ്മുടെ 2012 ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ക്യാപിറ്റൽ ഫണ്ട് ചുവപ്പിൽ നമ്മൾ ബോൾഡ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, 2,39,670. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2,39,670 നമ്മളിവിടെ എഴുതി. ഇനി നോക്കുക, ജസ്റ്റ് അസറ്റ് സൈഡ് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 2,45,580 രൂപ ഉണ്ട്. ലയബിലിറ്റി സൈഡിൽ ആയിട്ടില്ല. ലയബിലിറ്റി സൈഡിൽ നമുക്ക് എത്ര ആവണം, 2,45,580 ആവണം. അതിന് നമ്മൾ നോക്കുക, നമ്മൾ എടുക്കാൻ ഉള്ള ഒരു സാധനം കൂടെ ഉണ്ട്, സർപ്ലസ് 4,060 രൂപയും കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സർപ്ലസ് ആയിട്ടുള്ള 460 കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പം ഇനി ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ എന്താ ടോട്ടൽ ചെയ്തത്, 2,43,730 കിട്ടി. അങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ, എന്നിട്ട് മൊത്തം അസറ്റും ലയബിലിറ്റിയും ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസ് ഈക്വൽ ആണ്. ഇവിടെ ഇപ്പോൾ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആദ്യം മുൻ വർഷത്തെ ഡീറ്റെയിൽസിന്ന് മുൻ വർഷത്തെ അസറ്റും ലയബിലിറ്റിയും കണ്ടിട്ട് ബാലൻസ് ഷീറ്റ് കണ്ടു. അങ്ങനെ അതിന്ന് നമ്മൾ എന്ത് ചെയ്തു, ബാലൻസിങ് ഫിഗറായിട്ട് ക്യാപിറ്റൽ ഫണ്ടിനെ കണ്ടെത്തി. ഈ ക്യാപിറ്റൽ ഫണ്ടിനെ പുതിയ വർഷത്തെ 2013 നമ്മളിപ്പോൾ ചെയ്യുന്ന ഇയറിലെ ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ആയി കണ്ടു. എന്നിട്ട് ബാക്കി എല്ലാ ഡാറ്റയും സാധാ പോലെ എന്ത് ചെയ്തു, നമ്മൾ ചെയ്തു. അപ്പം ഈ പുതിയ വർഷത്തെ ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ്ലി തരാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തേണ്ടി വന്നത്. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ വരാം. ഇതൊക്കെ ഓരോ ട്രീറ്റ്മെൻറ്റും സെപ്പറേറ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും തനിയെ ഓരോന്ന് എന്ത് ചെയ്യുന്നത്, പഠിച്ചു പോകുന്നത്, ഇൻഡിവിജ്വലി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്പെഷ്യൽ ഫണ്ടുകളെ പറ്റിയിട്ടും, ആ സ്പെഷ്യൽ ഫണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുമായി ബന്ധപ്പെട്ട് ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് സ്പെഷ്യൽ ഫണ്ട് എന്ന് പറയുന്നത് പ്രൈസ് ഫണ്ടാകാം, മാച്ച് ഫണ്ട് പോലെ, സ്പോർട്സ് ഫണ്ട് പോലെ, ബിൽഡിംഗ് ഫണ്ട് പോലെ, ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ടാവാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചില ചിലവുകളുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പാടെ കൂടിയിട്ട് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഫണ്ട്, സ്പെഷ്യൽ ഫണ്ട് സെപ്പറേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ നേച്ചറായിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ഇൻകവും അതിൽ തരുന്ന എക്സ്പെൻഡിച്ചറും നമ്മൾ ക്യാപിറ്റൽ നേച്ചറായിട്ടുള്ള എക്സ്പെൻഡിച്ചറായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത്. ഇൻകവും എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ നേച്ചറായിട്ട് തന്നെ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഈ സ്പെഷ്യൽ ഫണ്ടുമായി വന്നിട്ടുള്ള നമുക്ക് വരുന്ന റെസിപ്റ്റുകളെയും അതുപോലെ ഇൻകത്തെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതാൻ പാടില്ല. നേരെ മറിച്ച് അത് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. അതെങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലാണ് നമ്മളൊരു തിയറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതെന്താവണം, ഇൻകം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലയബിലിറ്റി സൈഡിൽ ആഡ് ചെയ്യണം, എക്സ്പെൻസ് ലയബിലിറ്റി സൈഡിൽ നിന്ന് കുറച്ച് എഴുതുകയും വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ 7 നമുക്ക് എന്ത് ചെയ്യാം. നമ്മുടെ അടുത്തുള്ള ഡാറ്റ, ടൂർണമെൻറ്റ് ഫണ്ട് നമ്മുടെ അടുത്ത് ഇത്രയുണ്ട്, 15,000 രൂപ ഉണ്ട്. അതുപോലെ ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ അടുത്ത് 15,000 രൂപ ഉണ്ട്. അതായത് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഫണ്ട് ചിലപ്പോൾ നമുക്ക് ചിലവാക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വന്ന സാധനം ചിലപ്പോൾ ഏതെങ്കിലും ബാങ്കിലൊക്കെ ആ ടൂർണമെൻറ്റ് ഫണ്ട് തൽക്കാലം ചെയ്തിട്ടുണ്ടാവാം, മാറ്റി വെച്ചിട്ടുണ്ടാവാം. സാധാരണ കേസിൽ ഇത്തരം ഫണ്ടുകൾ സെപ്പറേറ്റ് എന്ത് ചെയ്യും, നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക. എല്ലാവരും എന്നിട്ട് ആളുകൾക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കും. ഈ ഫണ്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ അതേ ടൈമിൽ നമ്മൾ ലയബിലിറ്റി അസറ്റും കൂടെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഇത്രയും ക്യാഷ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി ഫണ്ടായിട്ടും അതേ ടൈമിൽ കറസ്പോണ്ടിങ് എൻട്രി ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും.
അടുത്തത് ടൂർണമെൻറ്റിന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. അതിന് 1750 രൂപ. ടൂർണമെൻറ്റ് രീതിയിലൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പല ഇൻകം വന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് 1200 രൂപയുണ്ട്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൊറ്റ കാര്യമുള്ളൂ, ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ അസറ്റായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കും. അത് നമ്മുടെ അസറ്റായിട്ട് മാറ്റി വെക്കും. ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ ടൂർണമെൻറ്റ് ഫണ്ടായിട്ടുള്ള ക്രെഡിറ്റ് സൈഡിലുള്ള ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ലയബിലിറ്റി സൈഡിൽ എഴുതും. ഇതിന് എക്സ്പെൻസിനെ നമ്മൾ ലയബിലിറ്റിയിൽ നിന്ന് കുറക്കും. അതിൽ എന്തൊക്കെ ഇൻകം വന്നിട്ടുണ്ടോ അതൊക്കെ ലയബിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് എന്നുള്ളത്. ടൂർണമെൻറ്റ് ഫണ്ട് 15000 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. അതിൽ ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് സെപ്പറേറ്റ് ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതേ ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞു, ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് നമ്മുടെ അസറ്റാണ്. ആ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റാണ്. അപ്പോൾ 15000 രൂപ നമ്മുടെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശേഷം നമുക്കുള്ളത് ടൂർണമെൻറ്റ് ഫണ്ട് എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ടൂർണമെൻറ്റ് ഫണ്ടിൽ നിന്നും ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ടൂർണമെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട അടുത്തത് ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ ഇങ്കാണ്. അപ്പോൾ എക്സ്പെൻസിനെ കുറച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ടൂർണമെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ ഒക്കെ നമ്മൾ ബാങ്കിലാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ഇൻകം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ടൂർണമെൻറ്റ് ഫണ്ടിന് തന്നെ അടുത്ത എമൗണ്ടുകളായിട്ട് നമ്മൾ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ക്യാഷ് ആയിട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന് ഇൻകമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ആ ഇൻകത്തിന് നമ്മൾ 1400 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഇൻകമായിട്ട് ആഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് ടൂർണമെൻറ്റ് ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റെ മേലിൽ കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്തത്, ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിന് ആഡ് ചെയ്തു, അതുപോലെ ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ടൂർണമെൻറ്റ് ഫണ്ട് അസറ്റായിട്ട് നമ്മൾ 15000 രൂപ ഉണ്ട്. ലയബിലിറ്റി സൈഡിൽ ടൂർണമെൻറ്റ് ഫണ്ട് ലെസ് എക്സ്പെൻസ് ആഡ് ടൂർണമെൻറ്റ് ഇൻകം, അതുപോലെ ഇൻട്രസ്റ്റും ആഡ് ചെയ്തു 1580 രൂപ. ഇത് നമ്മൾ ജസ്റ്റ് ഈ 2 ഡീറ്റെയിൽ മാത്രം എടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. കാരണം ഒരുപാട് ഡാറ്റ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇത് രണ്ടും എങ്ങനെ വരും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റ് ടാലി ആയില്ലാന്ന് നോക്കി നിൽക്കേണ്ട. അതെന്താണ്, നമ്മൾ ഈ 2 ട്രാൻസാക്ഷനെ എങ്ങനെ ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിക്കും എന്ന് മാത്രമേ കാണിക്കണുള്ളൂ. അതായത് ഇതൊരു എക്സ്ട്രാക്റ്റ് ഓഫ് ബാലൻസ് ഷീറ്റായിട്ട് മാത്രമേ നമ്മൾ റെലവൻറ്റ് ഡാറ്റ മാത്രമേ നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ സബ്സ്ക്രിപ്ഷൻ്റെ ഡാറ്റ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ യുവർ സെൽഫാണ് സ്വന്തമായിട്ട് ചെയ്യുക. അത് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ, നമ്മുടെ ഇയർ എൻ്റെ എന്നാണ് 31/12/2016. അപ്പം എൻഡ് ഓഫ് കറൻറ്റ് ഇയർ 31/2016. അപ്പോൾ പ്രീവിയസ് ഇയർ ബിഗിനിങ്ങോ 1/1/2016, അല്ലാന്നുണ്ടെങ്കിൽ 31/12/2016. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. 1/1/2016 31/12/2015 എന്താണ്, ഒരേ ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/12/2015 എന്ന് പറയുന്നത് എന്താണ്, 1/1/2016. 31/12/2015 എന്ന് പറഞ്ഞാൽ ആ അന്നത്തെ ഡാറ്റ എന്ന് പറയുന്നത് പിറ്റേ ദിവസം 1/1 എന്താണ്, സെയിം ആണ്. പിറ്റേന്ന് രാത്രി അവസാനം ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഡാറ്റയും പിറ്റേന്ന് 1/1 വന്നിട്ട് നമ്മൾ തുറക്കുമ്പോഴുള്ള ഓപ്പണിംഗ് ഡാറ്റ എന്താണ്, സെയിം ആണ്. അപ്പോൾ അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾ അത്ര ഡിസംബർ 12, 2015 ജനുവരി 1, 2016 നമ്മൾ എന്താണ് ബിഗിനിങ് ഫിഗർ ആയിട്ട് എടുത്താൽ മതി. പിന്നെ ഡിസംബർ 2016 31 എന്താണ്, അത് എൻഡിലെ ഡാറ്റയാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ ആൻസർ കിട്ടും. ടോട്ടൽ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇനി ഡ്രൈവർ സെൽഫ് 5 ആണ്. ഇത് നോക്കുക, 2500 റെൻറ്റ് പെയ്ഡ് ഇൻ ഡ്യൂറിങ് ദ ഇയർ. അതുപോലെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. 31/12/2013 ഡാറ്റയാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
തന്നിട്ട് ഉള്ളത്. 13 ആദ്യം 14 ഡാറ്റ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും റെഡ് അഡ്വാൻസും തന്നിട്ടുണ്ട്. പിന്നെ 13 റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും റെഡ് അഡ്വാൻസും തന്നിട്ടുണ്ട്. ഈ 13 ഡാറ്റ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എൻഡിലെ ഡാറ്റ, ഈ വർഷത്തെ ബിഗിനിങ്ങിലെ ഡാറ്റ, ഈ ഒരു മാറ്റേ ഉള്ളൂ. ഓക്കെ, അത് വർഷത്തിനനുസരിച്ച് എന്ത് ചെയ്യുക 2650 എന്ത് ചെയ്യും ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടും. ഇനി അടുത്തത് ട്രൈ യുവർ സെൽഫ്. നിങ്ങൾ മാച്ച് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രൈ യുവർ സെൽഫാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ ചെയ്യുക. മാച്ച് എക്സ്പെൻസ് ഉണ്ട്, മാച്ച് ഫണ്ടും ഉണ്ട്, ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് കുറച്ച് ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുകയാണ് സെയിൽ ചെയ്തിട്ട് കിട്ടിയ ആൻസറും ഈ ഡീറ്റെയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാച്ച് ഫണ്ടിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസറും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ആണ് ആൻസർ, ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻസർ ക്ലിയർ കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പർച്ചേസസും അതുപോലെ പർച്ചേസസ് കാണുക, അതിന് ശേഷം കൺസംഷൻ കാണുക. അതിന് പർച്ചേസസിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്, സ്റ്റോക്കിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്. പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് പർച്ചേസ് സെപ്പറേറ്റ് കാണണം. ഈ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പുതുതായിട്ട് ചെയ്യാനുള്ളത്. ട്രൈ യുവർ സെൽഫ് 7 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. പുതുതായിട്ട് നമ്മളിപ്പോൾ പഠിച്ചത് ഇതിൽ ക്യാപിറ്റൽ ഫണ്ട്, പിന്നെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടെത്തൽ എങ്ങനെ, അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ പുതിയ ബാലൻസ് ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മാച്ച് ഫണ്ടുമായി അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനും. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം. ഓക്കെ, എല്ലാം എഴുതി കൃത്യമായിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരാം. പിന്നെ നല്ല ക്ലാസ്സാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസൊക്കെ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ബൈ.